പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. സ്തോത്രം 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 സ്തോത്രം. കർത്താവിൻ്റെ അതിപരിശുദ്ധമായ തിരുനാമം ഈ അനുഗ്രഹിക്കപ്പെട്ട പ്രഭാതത്തിൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ. പ്രിയപ്പെട്ട ദൈവമക്കളെ, നമുക്ക് ഒരുമിച്ച് 2024 ആമേൻ ജൂലൈ മാസം 26 വെള്ളിയാഴ്ച പ്രഭാതത്തിൽ കർത്താവിനെ ആരാധിക്കുവാൻ, കർത്താവിനെ സ്തുതിക്കുവാൻ നമ്മുടെ സ്വർഗീയ പിതാവ് നമുക്കൊരുക്കി തന്നിരിക്കുന്ന നല്ല സമയത്തിനായിട്ട് സ്തോത്രം ചെയ്യാം. സ്തോത്രം 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 സ്തോത്രം. കഴിഞ്ഞ പകൽക്കാലം മുഴുവൻ നമ്മുടെ കർത്താവ് നമ്മളെ കാത്തു പരിപാലിച്ചല്ലോ. കരങ്ങളെ ഒന്ന് ഉയർത്തിപ്പിടിച്ചിട്ട് കർത്താവിനൊന്ന് സ്തോത്രം പറയാമോ? സ്തോത്രം 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 സ്തോത്രം. രാത്രികാലം കർത്താവ് നമ്മളെ അത്ഭുതകരമായി നടത്തിയില്ലേ? കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് കർത്താവിനൊന്ന് സ്തോത്രം പറഞ്ഞ്, കർത്താവെ നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം. ആരോഗ്യത്തോടെ സൗഖ്യത്തോടെ ഈ പ്രഭാതത്തിൽ നമ്മളെ ഉണർത്തിയതോർത്ത് കർത്താവിന് സ്തോത്രം പറഞ്ഞ് ഹല്ലേലൂയ. സ്തോത്രം 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 സ്തോത്രം. ആരോഗ്യത്തോടെ സൗഖ്യത്തോടെ ഈ പ്രഭാതത്തിൽ നമ്മളെ എഴുന്നേൽപ്പിച്ച കർത്താവിൻ്റെ വിശ്വസ്തതയ്ക്കായിട്ട് നന്ദി പറയാം. ഹല്ലേലൂയ. താങ്ക് യു ലോർഡ്, താങ്ക് യു ലോർഡ്, താങ്ക് യു ലോർഡ്. നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം. ഈ പകൽക്കാലം ക്രിസ്തു യേശുവിൽ നമ്മളെ ജയത്തോടെ നടത്തുന്ന കർത്താവിനെ, ഉല്ലാസത്തോടെ ആനന്ദത്തോടെ ആമേൻ നമ്മളെ ഇന്ന് നടത്തുന്ന കർത്താവിന്, കർത്താവിൻ്റെ ഉള്ളം കയ്യിൽ വഹിച്ച് നമ്മളെ സൂക്ഷിക്കുന്ന ദൈവകൃപയ്ക്ക് സ്തോത്രം. അനർത്ഥങ്ങൾ നമ്മളെ വിടുവിക്കുന്ന ദൈവകൃപയ്ക്ക്, രോഗങ്ങൾ നമ്മളെ വിടുവിക്കുന്ന കൃപയ്ക്ക് ഹല്ലേലൂയ. സമാധാനത്തോടെ സന്തോഷത്തോടെ ആ ദൈവിക സ്വസ്ഥതയിൽ ഇന്ന് പകൽക്കാലം നമ്മളെ നിലനിർത്തുന്ന ദൈവത്തിൻ്റെ വിശ്വസ്തതയെ ഓർത്ത് നമുക്ക് നന്ദി പറയാം. ഹല്ലേലൂയ. താങ്ക് യു ജീസസ്. ഹല്ലേലൂയ. താങ്ക് യു ജീസസ്. ഹല്ലേലൂയ. താങ്ക് യു ജീസസ്. നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം. യഹോവ നല്ലവനല്ലോ, അങ്ങയുടെ ദയ ഇന്നും എന്നേക്കുമുള്ളത്. ഹല്ലേലൂയ. ഏകനായി മഹാത്ഭുതങ്ങളെ ചെയ്യുന്നതിന് അങ്ങേക്ക് സ്തോത്രം. 111 സങ്കീർത്തനം പറയുന്നു, യഹോവയെ സ്തുതിപ്പീൻ, ഞാൻ നേരുള്ളവരുടെ സംഘത്തിലും സഭയിലും പൂർണ്ണ ഹൃദയത്തോടെ യഹോവയ്ക്ക് സ്തോത്രം ചെയ്യും. അതുപോലെ കർത്താവ് തൻ്റെ ജനത്തിന് വീണ്ടെടുപ്പ് അയച്ചു, തൻ്റെ നിയമത്തെ എന്നേക്കുമായി കൽപ്പിച്ചിരിക്കുന്നു. കർത്താവിൻ്റെ നാമം വിശുദ്ധവും ഭയങ്കരവുമാകുന്നു. യഹോഭക്തി ജ്ഞാനത്തിൻ്റെ ആരംഭമാകുന്നു. 11 വാക്യം 1:10-11 വായിച്ചത്. അവയെ ആചരിക്കുന്ന എല്ലാവർക്കും നല്ല ബുദ്ധിയുണ്ട്. കർത്താവിൻ്റെ സ്തുതി എന്നേക്കും നിലനിൽക്കുന്നു. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. എല്ലാവരും കണ്ണുകൾ അടച്ച്, പിതാവേ, ഞങ്ങൾ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ഈ പ്രഭാതത്തിനായിട്ട് സ്തോത്രം ചെയ്യുക. കഴിഞ്ഞ പകൽക്കാലം ഞങ്ങളെ നടത്തിയതിന് ഒരിക്കലൂടെ സ്തോത്രം. ഇന്ന് പ്രഭാതത്തിൽ ഈ ശബ്ദം കേൾക്കുന്ന എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു. നസ്രയനായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ, സകല നാമത്തിലും മേലായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ഈ ശബ്ദം കേൾക്കുന്ന തൻ്റെ കുഞ്ഞുങ്ങളെ ഞാൻ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുക. ഇവരുടെ ഭവനത്തിൽ സമാധാനമുണ്ടാകട്ടെ, ദൈവിക സ്വസ്ഥതയുണ്ടാകട്ടെ. അസ്വസ്ഥതകൾ അമേൻ, ഭവനത്തിനകത്തുള്ള എല്ലാ അസ്വരാസ്യങ്ങളും നസ്രയനായ യേശുവിൻ്റെ നാമത്തിൽ മാറിപ്പോകട്ടെ. ദൈവിക സമാധാനത്താൽ, ദൈവിക സ്വസ്ഥതയാൽ ഇവരെല്ലാവരും നിറഞ്ഞു കവിയുവാൻ ഇടവരട്ടെ. രോഗികൾ ഇപ്പോൾ തന്നെ സൗഖ്യമാകട്ടെ. എല്ലാ രോഗങ്ങളും വിട്ട് കർത്താവേ സ്വസ്ഥത, സമാധാനം, ദൈവകൃപ ഇവരുടെ ജീവിതത്തിൽ ഉണ്ടാകട്ടെ. പ്രത്യേകിച്ച് അമേൻ അമേൻ ദുർസ്വപ്നങ്ങൾ കാണുന്നത് ഇപ്പോൾ യേശുവിൻ്റെ നാമത്തിൽ മാറിപ്പോകട്ടെ. രാത്രിയിൽ ഉറക്കത്തെ തടസ്സപ്പെടുത്തുന്നതായ ചിന്തകൾ, അമേൻ ആലോചനകൾ യേശുവിൻ്റെ നാമത്തിൽ മാറിപ്പോകട്ടെ. ആമേൻ ഭവനത്തിനകത്തുള്ള എല്ലാ ആമേൻ എല്ലാ തരത്തിലുള്ള ആമേൻ അസംതൃപ്തികളും യേശുവിൻ്റെ നാമത്തിൽ മാറിപ്പോകട്ടെ. നസ്രയനായ യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് ഈ ശബ്ദം കേൾക്കുന്ന ഭവനങ്ങൾ ഉല്ലാസത്തിൻ്റെയും ജയത്തിൻ്റെയും ഘോഷത്താൽ നിറഞ്ഞു കവിയുന്നതിന് സ്തോത്രം. അതുപോലെ കർത്താവേ, സാമ്പത്തിക ബുദ്ധിമുട്ടുകളെല്ലാം മാറട്ടെ. ജോലിയില്ലാത്തവർക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. വഴികളെ തുറക്കണമേ. വിവാഹപ്രായമായ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ദൈവിക അത്ഭുതം അവിടെ നടക്കണമേ. പരിശുദ്ധാത്മാവേ, അങ്ങ് വലിയ കാര്യങ്ങളെ ഇപ്പോൾ ചെയ്യുന്നതിന് സ്തോത്രം. താങ്ക് യു. ലോകമെമ്പാട് നടക്കുന്ന ദൈവപ്രവൃത്തികൾക്കായിട്ട്, വേലകൾക്കായിട്ട് സ്തോത്രം. അഭിഷിക്ത ദാസീദാസന്മാർക്കായിട്ട് സ്തോത്രം. എല്ലാവരെയും അസാധാരണമായിട്ട് ഇന്ന് പകൽക്കാലം കർത്താവ് ഉപയോഗിക്കുന്നതിന് സ്തോത്രം. വെള്ളിയാഴ്ച സഭായോഗം മിഡിൽ ഈസ്റ്റിനെ കർത്താവെ തൊടണമേ. ദൈവത്തിൻ്റെ പ്രവൃത്തി കാണുവാൻ കർത്താവെ അങ്ങ് സഹായിക്കുന്നതിന് നന്ദി പറയുന്ന കർത്താവെ, അങ്ങ് വലിയ കാര്യങ്ങളെ ചെയ്യുന്നതിന് ഞങ്ങൾ നന്ദി പറയുന്ന കർത്താവെ, അങ്ങയുടെ പ്രവൃത്തി കണ്ട് സന്തോഷിപ്പാൻ അങ്ങ് സഹായിക്കുന്നതിന് ഞങ്ങൾ നന്ദി പറയുന്ന കർത്താവെ, അങ്ങയുടെ മഹിമ കണ്ട് സന്തോഷിപ്പാൻ ഇടവരണം. പ്രാർത്ഥന കേട്ടതിനായിട്ട് നന്ദി പറയുന്നു. സകല മഹത്വവും പുകഴ്ച അപ്പയ്ക്ക് യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ആമേൻ ആമേൻ ആമേൻ. കർത്താവ് അനുഗ്രഹിക്കട്ടെ. ദൈവിക കൃപയും സമാധാനവും നിങ്ങളുടെ എല്ലാവരുടെയും ജീവിതത്തിൽ ഓവർഫ്ലോ ചെയ്യുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് ഇന്ന് പ്രഭാതത്തിൽ രാവിലെ ഇന്ത്യൻ സമയം 8:15 നമ്മുടെ സഭായോഗം ആരംഭിക്കും. എല്ലാവരും അതിൽ സന്തോഷത്തോടെ ആത്മാർത്ഥതയോടെ പങ്കെടുക്കുക. കർത്താവ് നിങ്ങളുടെ ജീവിതത്തെ വ്യത്യസ്തമാക്കി തീർക്കട്ടെ. വലിയ കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ കർത്താവ് ചെയ്യട്ടെ എന്ന് ഞാൻ പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു. ഇന്ന് പ്രഭാതത്തിൽ പരിശുദ്ധാത്മാവ് നമുക്ക് തന്നിരിക്കുന്ന ആലോചന റോമാലേഖനം 6-ാം അധ്യായം അതിൻ്റെ 11-ാമത്തെ വാക്യമാണ്. ആവണ്ണം നിങ്ങളും പാപസംബന്ധമായി മരിച്ചവർ എന്നും
ക്രിസ്തുവേശുവിൽ ദൈവത്തിന് ജീവിക്കുന്നവരെന്നും നിങ്ങളെ തന്നെ എണ്ണുവിൻ. ആമേൻ. എങ്ങനെ പാപത്തെ ജയിച്ച് ക്രിസ്തുവിൽ നമുക്ക് മുന്നേറാം? യേശു ക്രിസ്തുവിൻ്റെ ക്രൂശു മരണത്തിലൂടെ, അല്ലെങ്കിൽ നമ്മൾ ആയതിലൂടെ നമുക്ക് ഒത്തിരി അനുഗ്രഹങ്ങൾ ലഭിച്ചു. ദൈവീക അനുഗ്രഹത്തിൻ്റെ പാത്രങ്ങളായി മാറി. ആമേൻ. സ്വർഗത്തിലെ സകല ആത്മീക അനുഗ്രഹങ്ങളാലും കർത്താവ് നമ്മളെ അനുഗ്രഹിച്ചിരിക്കുക. ഇന്ന് നമ്മൾ ദൈവീക അനുഗ്രഹത്തിന് യോഗ്യതയുള്ളവരായിത്തീർന്നു. അത് ഒരു പ്രധാനപ്പെട്ട കാര്യം. അതുപോലെ വീണ്ടെടുപ്പ് ലഭിച്ചു. ആമേൻ. പാപമോചനം ലഭിച്ചു. ഹല്ലേലൂയ. ഭയങ്കര ദൈവിക സമാധാനത്തിൻ്റെ പാത്രങ്ങളായി നമ്മൾ മാറി. ഇതെല്ലാം നമുക്ക് ലഭിച്ച ആ ദൈവിക വീണ്ടെടുപ്പിൻ്റെ അല്ലെങ്കിൽ ക്രിസ്തുവിലായതിൻ്റെ പ്രയോജനമാണ്. എന്നാൽ അതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ടതാണ് പാപത്തെ ജയിക്കുവാനുള്ള പ്രത്യേക കൃപ ഇതിലൂടെ ദൈവം നമുക്ക് തന്നു. പാപത്തെ ജയിക്കുവാൻ. അപ്പോൾ ആ പാപത്തെ ജയിച്ച് ജീവിക്കുവാൻ നമ്മൾ ആഗ്രഹിക്കണം. പാപത്തെ താലോലിച്ച് ജീവിക്കുവാനല്ല, പാപത്തെ ജയിച്ച് ജീവിപ്പാൻ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ അതിന് പരിശുദ്ധാത്മാവിൻ്റെ സഹായം നമുക്ക് ലഭ്യമാണ്. അപ്പോൾ ഇവിടെ പറയുക, നിങ്ങൾ പാപസംബന്ധമായി മരിച്ചു എന്ന്. നമ്മൾ പാപസംബന്ധമായി മരിച്ചവർ, അതായത് ഈ പാപമായിട്ടുള്ള ബന്ധത്തിൽ ഞാൻ മരിച്ചിരിക്കുക, ഇനി പാപം എന്നിൽ ജീവിക്കത്തില്ല. അത് നമ്മൾ വിശ്വസിക്കണം. നമ്മൾ തന്നെ അത് ആഗ്രഹിക്കണം. നമ്മൾ പലപ്പോഴും ദൈവകൃപയെക്കുറിച്ചൊക്കെ പറയുമ്പോൾ നമ്മൾ വിചാരിക്കും കൃപയാൽ നമുക്ക് എല്ലാം ഈ പാപത്തെ ജയിക്കാം എന്ന്. ശരിയാ, ദൈവത്തിൻ്റെ കൃപയാണ് നമ്മളെ സകലതും നടത്തുന്നത്. ഇന്ന് നമ്മൾ നിലനിൽക്കുന്നത് ദൈവകൃപയാൽ, ജീവിക്കുന്നത് കൃപയാൽ. പക്ഷേ ഈ ചില കാര്യങ്ങളിൽ നമ്മളുടെ സഹായവും കർത്താവിന് ആവശ്യമാണ്. അതായത് നമ്മളൊരു സ്റ്റെപ്പ് എടുക്കണം. അവിടെയാണ് ദൈവത്തിൻ്റെ കൃപക്കത്. ഉദാഹരണം പറഞ്ഞാൽ, ഒരു മദ്യപാനി, ഈ മദ്യപാനം നിർത്തുക എന്ന് വെച്ചു. അദ്ദേഹത്തിന് ദൈവത്തിൻ്റെ കൃപയാൽ മദ്യപാനം നിർത്തുവാൻ ദൈവം സഹായിച്ചു. ഇനി മദ്യപിക്കത്തില്ല എന്നുള്ള തീരുമാനം മദ്യപാനിയായി എടുക്കണം. അത് കഴിഞ്ഞിട്ട് മദ്യപിക്കുന്നവരുടെ കൂടെ പോയി ഇരിക്കാതിരിക്കണം. അത് കൃപയാന്ന് പറഞ്ഞാൽ പറ്റുമോ? ഇല്ല. അവൻ എന്ത് ചെയ്യണം? അവൻ തന്നെ തീരുമാനിക്കണം, ഇനി ഞാൻ പഴയ കൂട്ടുകെട്ടുകളിൽ പോയി ഇരിക്കത്തില്ല, ദുഷ്ടന്മാരുടെ ആലോചന പ്രകാരം നടക്കാതെയും പാപികളുടെ വഴിയിൽ ഞാൻ നിൽക്കത്തില്ല. അപ്പോൾ വീണ്ടും പഴയ കൂട്ടുകാരുടെ അടുക്കൽ പോയി, മദ്യപിച്ചുകൊണ്ടിരിക്കുന്നവരുടെ അടുക്കൽ പോയി ഇരിക്കുമ്പോൾ അതിനുള്ള സാഹചര്യങ്ങൾ കൂടുതലാണ്. അപ്പോൾ ആരത് ഒഴിവാക്കണം? അത് മദ്യപിച്ചുകൊണ്ടിരുന്ന വ്യക്തി മദ്യപാനം നിർത്തി കർത്താവിൻ്റെ കൃപയാൽ അതിൽ നിന്ന് പുറത്തു വരുവാൻ സഹായിച്ചു. അനേക ഡി അഡിക്ഷൻ സെൻ്ററുകളിലും പലതരത്തിലുള്ള കാര്യങ്ങൾ ചെയ്തിട്ട് അതിനകത്തുനിന്ന് പുറത്തു വരുമ്പോൾ ദൈവത്തിൻ്റെ കൃപയാൽ, പ്രാർത്ഥനയാൽ മദ്യപാനം നിർത്തുവാൻ സഹായിച്ചു. അതാണ് കൃപയെന്ന് പറയും. ഇനി നമ്മുടെ ഉത്തരവാദിത്തമാണ് അതിൽ നിലനിൽക്കുക എന്നുള്ളത്. അതിന് നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ മദ്യപിക്കുന്നവരുടെ കൂട്ടത്തിൽ പിന്നെ പോയിരിക്കാൻ പാടില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മളൊക്കെ നാട്ടിൽ പറയും, നിങ്ങൾ ഷാപ്പിൽ കയറി ചില്ലറ മേടിക്കാൻ പാടില്ല. അതുപോലെ തന്നെ മദ്യപിക്കുന്നവരുടെ കൂടെ ഇരിക്കുന്നത്. അവരുടെ കൂടെ ഇരിക്കുമ്പോൾ നമുക്ക് അതിനുള്ള ആഗ്രഹം വീണ്ടും നമ്മുടെ ജീവിതത്തിലേക്ക് വരുവാൻ സാധ്യതയുണ്ട്. അപ്പോൾ പാപത്തിൽ നിന്ന് ജയത്തോടെ ജീവിപ്പാൻ പാപത്തിൻ്റെ സാഹചര്യങ്ങളെ നമ്മൾ ഒഴിവാക്കണം. കുഞ്ഞുങ്ങളാണെങ്കിൽ തെറ്റായ കൂട്ടുകാരുടെ കൂടെ പോയിരിക്കാൻ പാടില്ല. അല്ലെങ്കിൽ പാപമുണ്ടാകാൻ സാഹചര്യമുള്ളതായ, അല്ലെങ്കിൽ പാപമുണ്ടാകാൻ സാഹചര്യങ്ങൾ നമ്മളിൽ പാപത്തിൻ്റെ പ്രചോദനങ്ങളെ നൽകുന്ന, പ്രവണതകളെ നൽകുന്ന ഇൻ്റർനെറ്റ് സൈറ്റുകളിലോ അല്ലെങ്കിൽ അങ്ങനെയുള്ള കൂട്ടുകാരുമായിട്ടോ ഒന്നും നമ്മൾ ഇടപെടാൻ പാടില്ല. നമ്മൾ അതിനകത്തൊന്നും മാറി നിൽക്കണം. അത് വളരെ ഇമ്പോർട്ടൻ്റാണ്. ഇന്ന് പ്രഭാതത്തിൽ ഈ സന്ദേശം കേൾക്കുന്നവരെ, ദൈവത്തിൻ്റെ കൃപയാൽ നമ്മൾ പാപത്തെ ജയിക്കുവാനുള്ള വലിയ കൃപ ദൈവം നമുക്ക് തന്നു. ഇനി നമ്മൾ അതിനകത്ത് നിലനിൽക്കണമെങ്കിൽ നമ്മളെ തന്നെ ക്രിസ്തുവേശുവിൽ പാപത്തിന് മരിച്ചവരെന്ന് എണ്ണുകയും ദൈവത്തിന് വേണ്ടി ജീവിക്കുന്നവർ എന്ന് നിങ്ങളെ തന്നെ എണ്ണുകയും. നമ്മളോട് തന്നെ പറയണം, ഞാൻ ദൈവത്തിന് ജീവിക്കുന്നവർ. എൻ്റെ അവയവങ്ങളെ ഞാൻ സമർപ്പിച്ചു കൊടുക്കണം. എൻ്റെ കണ്ണുകളെ, എൻ്റെ കാതുകളെ, എൻ്റെ അവയവങ്ങളെ ഞാൻ കർത്താവെ, അങ്ങയുടെ അവയവങ്ങളെ. എൻ്റെ കണ്ണ് കർത്താവിൻ്റെയാണ്, എൻ്റെ കാല് കർത്താവിൻ്റെയാണ്, എൻ്റെ കൈ കർത്താവിൻ്റെയാണ്, എൻ്റെ നാവ് കർത്താവിൻ്റെയാണ്. ഇത് കർത്താവിന് വേണ്ടിയുള്ളതാണ് എന്ന ബോധ്യത്തോടു കൂടെ വേണം നമ്മൾ ജീവിപ്പാൻ. അപ്പോൾ നമ്മൾ എങ്ങോട്ടെങ്കിലും രാവിലെ എഴുന്നേറ്റ് പോകുമ്പോൾ നമുക്ക് ആദ്യമേ ഒരു ബോധം വേണം, ഞാനൊരു ദൈവ പൈതലാണ്. 2, എൻ്റെ അവയവങ്ങൾ ദൈവത്തിനുള്ളതാണ്. 3, ദൈവം എന്നെ എങ്ങനെയാണ് കാണുന്നത്? ദൈവം നമ്മളെ സ്നേഹത്തോടല്ലേ കാണുന്നത്. ഇപ്പോൾ ഒരു മാതാപിതാക്കൾ കുഞ്ഞുങ്ങളെ സ്കൂളിലോട്ട് വിടുമ്പോൾ ഈ കുഞ്ഞുങ്ങൾ പലതരത്തിൽ പോവാം. പക്ഷേ മാതാപിതാക്കളുടെ ഹൃദയത്തിൽ എൻ്റെ കുഞ്ഞ് പോയിരിക്കുന്നു എന്ന വലിയ ചിന്തയാണ് കിടക്കുന്നത്. ഇതുപോലെ പ്രിയപ്പെട്ടവരെ, നമ്മളോടുള്ള ദൈവത്തിൻ്റെ സ്നേഹം വലുതാണ്. നമ്മൾ എവിടെ നിൽക്കുമ്പോഴും ദൈവം നമ്മളെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുക. അതുകൊണ്ടല്ലേ ജോസഫ് പാപം ചെയ്യാതെ ഓടി രക്ഷപ്പെട്ടത്. കർത്താവ് കാണുമെന്ന് പറഞ്ഞുകൊണ്ടാണ് ഓടിയത്. ഹല്ലേലൂയ, സ്തോത്രം. പ്രിയപ്പെട്ടവരെ, ഇന്ന് പകൽക്കാലം നമ്മുടെ ശരീരത്തെ നമ്മൾ കർത്താവിൻ്റേതെന്ന് എണ്ണണം, കർത്താവിന് ഉപയോഗിക്കാനുള്ളതെന്ന് എണ്ണണം. അപ്പോൾ നമ്മൾ എവിടെ പോയാലും നമുക്കൊരു ബോധ്യമാണ്, ഞാനൊരു ദൈവ പൈതലാണ്. എൻ്റെ ശരീരം ദൈവത്തിനുള്ളതാണ്, എൻ്റെ നാവ് ദൈവത്തിനുള്ളതാണ്. 3, എന്നെ ദൈവം കണ്ടുകൊണ്ടിരിക്കുന്നത്, എന്നെ ജഡ്ജിയായിട്ട് നോക്കിക്കൊണ്ടിരിക്കുകയല്ലോ. അയ്യോ, ഓമനക്കുട്ടനായിട്ട്, ഓമനപുത്രനായിട്ട്
മനോഹരനായിട്ട് അതിനെ നോക്കുന്നത്. ആ ഒരു വലിയ ചിന്ത നമ്മുടെ ഉള്ളിൽ ഉണ്ടാകണം. ഈ 3-4 കാര്യങ്ങൾ നമ്മൾ ദിവസവും അങ്ങ് നമ്മുടെ കോൺഷ്യസ് മൈൻഡിലേക്ക് കൊണ്ടുവന്നാൽ പ്രിയപ്പെട്ടവരെ, പാപത്തെ ജയിച്ച് നമുക്ക് ജീവിക്കുവാൻ കഴിയും. പാപത്തിൻ്റെ സാഹചര്യങ്ങളെ നമ്മൾ ഒഴിവാക്കണം. പാപമുണ്ടാകാൻ പ്രവണതയുള്ള, പാപം നമ്മൾ വർദ്ധിപ്പിക്കുവാൻ പ്രവണതയുള്ള സാഹചര്യങ്ങളെയൊക്കെ നമ്മൾ ഒഴിവാക്കി ജീവിക്കണം. അപ്പോൾ നമുക്ക് വ്യത്യസ്തരായി ജീവിക്കുവാൻ കഴിയും. കർത്താവ് ഈ വചനത്താൽ നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ അത്ഭുതങ്ങൾ നടക്കും, അടയാളങ്ങൾ നടക്കും, വീര്യപ്രവൃത്തികൾ നടക്കും. നമ്മൾ വിശാലമാകും, നമ്മൾ ഉയർച്ച പ്രാപിക്കും. We are blessed. We are really blessed. We are permanently blessed and highly favored. God bless you. God bless you.